ജില്ലാ ആസ്ഥാനത്തെ നഗരസഭ അധ്യക്ഷസ്ഥാനം വനിതാ സംവരണം. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ 3 പേർക്ക് അധ്യക്ഷയാകാനുള്ള അവസരമാണ് കോൺഗ്രസ് നൽകുന്നത്. DCC ജനറൽ സെക്രട്ടറിയും മുതിർന്ന അംഗവുമായ സിന്ധു അനിലിനാണ് ആദ്യ ഊഴം. 2 വർഷം. സുദീർഘമായ ചർച്ചകൾക്കൊടുവിൽ ചെയർപേഴ്സൺ ആവുകയാണ്. അതെ, സീനിയോറിറ്റി പാർട്ടി പരിഗണിച്ചു. പാർട്ടി ഒപ്പം എന്നെ കാര്യമായ രീതിയിൽ തന്നെ പരിഗണിക്കുകയും ആദ്യത്തെ ടേം തരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 വർഷമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. പാർട്ടിയുടെ തീരുമാനമാണല്ലോ വലുത്. പാർട്ടിയാണല്ലോ നമ്മൾ ഇത്ര ആക്കിയത്. പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന കാര്യം അതുപോലെ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. മുൻ അധ്യക്ഷ ഗീതാ സുരേഷിന് പിന്നീടുള്ള 1 വർഷം കിട്ടും. അവസാനത്തെ 2 വർഷം അംബിക വേണുവിനാണ് കസേര. ഏറെക്കുറെ സമാന നിലയിലാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തെ വീതം വയ്പും. പ്രമാട ഡിവിഷൻ പ്രതിനിധി ദീനാമ റോയ്ക്കാണ് ആദ്യ അവസരം. പിന്നീടെത്തുന്നവർക്ക് 1.5 വർഷം വീതം കിട്ടും. ഇതിൽ ആദ്യ പരിഗണന MV അമ്പിളിക്കാണ്. ഒടുവിൽ നീതു മാമൻ കൊണ്ടൂരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. ധാരണാപത്രമുണ്ടെങ്കിലും കൃത്യസമയത്ത് ആദ്യഘട്ടത്തിൽ ചുമതലയേറ്റ അധ്യക്ഷ പദവിയിൽ ഉണ്ടായിരുന്ന ആളുകൾ രാജിവെക്കാത്ത സംഭവങ്ങൾ നമ്മുടെ ജില്ലയിലുമുണ്ട്, പുറത്തുമുണ്ട്. അപ്പോൾ എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും? അത് പഴയ കഥകളായിരിക്കും പറയുന്നത്. പക്ഷേ ഇപ്പോഴേ പാർട്ടിയിലൊരു കേഡർ സിസ്റ്റം ഇല്ലെങ്കിലും ഒരു സെമി കേഡർ പദവിയിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ അച്ചടക്ക ലംഘനം നടത്തുന്ന ആളുകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അല്ല. അനീഷ് വരിക്കണ്ണാമല ആദ്യ 3 വർഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ശേഷം കേരള കോൺഗ്രസ് പ്രതിനിധി സാം ഈപ്പനും ഈ പദവിയിലെത്തും. ജില്ലയിൽ UDFന് ഭരണം കിട്ടിയ മിക്കയിടങ്ങളിലും അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങൾ വീതം വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.